സർഗത്തിലെ കുട്ടനമ്പുരാനെയാണ്. എപ്പിലെപ്സി നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ഭീകരത സർഗത്തിലാണ് കാണിച്ചേക്കുന്നത്. ഒരിക്കലും എനിക്ക് ആ സിനിമ രണ്ടാമത് കാണാൻ പറ്റത്തില്ല. കണ്ടിട്ടില്ലേ? ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്, രണ്ടാമത്തെ തന്നെ പറഞ്ഞു ഒരു തവണ കാണുമ്പോൾ തന്നെ നമുക്ക് മതിയാവുമല്ലോ. ഡോക്ടർ ഒരു ന്യൂറോളജിസ്റ്റ് ആയിട്ട് രണ്ടാം തവണ കണ്ടില്ലല്ലേ? എന്തിന് ആൾക്കാരെ ഡിപ്രഷൻ കാണാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പറ്റിയ പ്രൊഫഷനാണ്. സിനിമകളിൽ താക്കോലെടുക്കാൻ ഓടുന്നതും കൂടെ എപ്പോഴും ഈ മെറ്റലിന്റെ സാന്നിധ്യം ഉണ്ടാവണം, കൂടെ കൊണ്ടുനടക്കണം എന്നൊക്കെ പറയുന്നതിൽ അതൊക്കെ മിഥ്യാധാരണകളാണ്. കാരണം മെജോറിറ്റി ഓഫ് ദ എപ്പിലെപ്സി അപസ്മാരങ്ങളും മാക്സിമം പോയ 5 മിനിറ്റ്സിനകത്ത് തീരും. അപ്പം നിങ്ങൾ താക്കോലെടുക്കാൻ ഓടിപ്പോയി ഇത് കണ്ടിട്ടാണ് താക്കോലെടുക്കാൻ പോകുന്നത്. താക്കോലെടുത്ത് ഓടിപ്പോയി വന്ന് താക്കോൽ കൈ പിടിപ്പിക്കുമ്പോഴത്തേക്കും ആ സീഷർ തീരും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും താക്കോൽ കൈ പിടിപ്പിച്ചതുകൊണ്ടാണ് സീഷർ മാറിയത്. പക്ഷേ അങ്ങനല്ല. അതാ ഒരു 1 to 2 മിനിറ്റ്സിനകത്ത് താക്കോലെടുത്ത് കൈ വയ്ക്കുമ്പോഴത്തേക്ക് അത് തീരും. അത് പക്ഷേ ഡേഞ്ചറാണ്. കാരണം ഭയങ്കര മൂവ്മെൻറ്റ്സ് ആയിരിക്കും. വയലന്റ് മൂവ്മെന്റ്സ് വരുമ്പോൾ നിങ്ങൾ ആ താക്കോല് കൈ തുറന്ന് വെക്കുമ്പോൾ ചിലപ്പം കൈ മുറിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിവാഹം അങ്ങനെ നടത്തുക, അതും ഇതിന്റെ ഒരു ചികിത്സാവിധിയാ. കല്യാണം കഴിച്ചെല്ലാം ശരിയാവും. ഇനി കല്യാണം കഴിച്ചാൽ ശരിയല്ലെങ്കിൽ പിള്ളേരുണ്ടായെല്ലാം ശരിയാവും. രണ്ടും തെറ്റ്. കാരണം കല്യാണം എന്ന് പറയുന്നത് ഒരു മരുന്നല്ലല്ലോ. അല്ലല്ലോ. നമ്മൾ അപസ്മാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണുക, അപസ്മാരം ഉണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണുക, അവരുടെ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, അപ്പോൾ മാറും. കല്യാണം കഴിച്ചാൽ മാറൂല. കല്യാണം കഴിച്ച് മരുന്ന് കഴിക്കാതെ ഒരു പെങ്കുച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല.